ഇപ്പോൾ ആറളം ഫാമിലെ അനധികൃത മരം മുറിയിൽ കരാർ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു. പുനർകൃഷിക്കായി പാഴ്മരങ്ങൾ മുറിക്കാനുള്ള കരാറിന്റെ മറവിൽ സംരക്ഷിത മരങ്ങൾ മുറിച്ചതിൽ മേമി ആൻഡ് സൺസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നൽകിയ പരാതിയിലാണ് നടപടി. കേസെടുക്കുന്നതിൽ വനംവകുപ്പ് നിയമോപദേശം തേടി. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, എന്താണ് ഈ വാർത്തയുടെ വിവരങ്ങൾ? ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ആറളം ഫാം 5-ാം ബ്ലോക്കിൽ പുനർകൃഷിയുടെ മറവിൽ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റാനായി ഒരു കമ്പനിക്ക് കരാർ നൽകിയിരുന്നു. ആ കരാറിൻ്റെ മറവിൽ ഇരുളും ആഞ്ഞിലിയും അടക്കം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സംരക്ഷിത മരങ്ങൾ മുറിച്ചു മാറ്റി എന്നതായിരുന്നു പരാതി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വാർത്ത നൽകുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഫാം അഡ്മിനിസ്ട്രേറ്റർ ഒരു സമിതിയെ ഇതിനുവേണ്ടി അന്വേഷണത്തിനായി നിയോഗിച്ചു. അവർ ഈ പ്രദേശങ്ങളിൽ പോയി ഇവിടെ വലിയ തോതിൽ മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാം അഡ്മിനിസ്ട്രേറ്റർ ആറളം പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി കരാർ നൽകിയ വളപട്ടണത്തുള്ള മേമി ആൻഡ് സൺസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ആറളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഏതാണ്ട് 200 ഏക്കർ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നതെന്നാണ് ഒരു പ്രാഥമികമായ വിവരം. ഇവിടുത്തെ 1500 ഏക്കർ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് നൽകിയിരുന്നു. അതിൻ്റെ ആ പാട്ടത്തിന് നൽകുന്ന സമയത്ത് ആ ഭൂമി സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതേ സമയത്ത് തന്നെ അവിടെ കശുമാവ് കൃഷി ചെയ്ത് പകരം വനം വകുപ്പിന് നൽകണം, അല്ലെങ്കിൽ ആറളം ഫാമിന് നൽകണമെന്നായിരുന്നു ഇതിൻ്റെ കരാറ്. ഇതനുസരിച്ച് ഏതാണ്ട് 1500ഓളം ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് പൈനാപ്പിൾ കൃഷിക്കായി നൽകുന്നു. അവിടെ ചില പാഴ്മരങ്ങൾ, കൃഷിക്ക് തടസ്സമായി നിൽക്കുന്ന പാഴ്മരങ്ങളുണ്ട്. അത് മുറിച്ചു മാറ്റുന്നതിനായി ഒരു കരാർ ഒരു കമ്പനിക്ക് നൽകുന്നു. ഏതാണ്ട് 1 കോടിയോളം രൂപയ്ക്കാണ് ഇത്തരം പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കരാർ നൽകുന്നത്. എന്തായാലും ആ കരാറിൻ്റെ മറവിലാണ് സംരക്ഷിത മരങ്ങൾ വലിയ തോതിൽ അവിടെ നിന്ന് മുറിച്ച് കടത്തിയത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിലേക്ക് പോകുന്നു ഫാം അധികൃതർ. ഒപ്പം തന്നെ വനംവകുപ്പ് നേരിട്ട് ഇക്കാര്യത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം അനുകൂലമായാൽ നേരിട്ട് തന്നെ ഈ സ്വകാര്യ കമ്പനിക്കെതിരെ കേസെടുക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് ഈ സംരക്ഷിത മരങ്ങളും സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.